നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുണ്ടിനീരിനെ കുറിച്ചാണ്. മംസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇപ്പോൾ ഇത് കുട്ടികളിൽ അധികമായി കണ്ടുവരികയാണ്. വൈറസ് ബാധ മൂലം കവിളിന്റെ പിൻഭാഗത്തുള്ള ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന വീക്കത്തെയാണ് മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇതിന്റെ രോഗലക്ഷണങ്ങളാണ്. പനി, വിറയൽ, രുചിയില്ലായ്മ, തൊണ്ടയ്ക്ക് വേദന എന്നിവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. ഇതോടൊപ്പം ചെവിക്കും കഴുത്തിനും താടിയലിനും ഇടയിലായിട്ടുള്ള പരോട്ടിഡ് എന്ന ഉമിനീർ ഗ്രന്ഥികൾക്ക് വീക്കമുണ്ടാവുകയും ചെയ്യുന്നു. ഒരു വശത്ത് ആരംഭിച്ച് ക്രമേണ 2 വശത്തും ഇത് കാണപ്പെടുന്നു. ഇത് കാരണം ഭക്ഷണം ചവയ്ക്കാനോ ഇറക്കാനോ കഴിയാതെ വരുന്നു. ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ്. ഇതിന്റെ ലക്ഷണങ്ങളിലൂടെ തന്നെ നിസ്സാരമായ രോഗം കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ. വൈറസിനെ പ്രതിരോധിക്കാനുള്ള ചികിത്സയുടെ ഭാഗമായി മാത്രം ചിലരിൽ ബ്ലഡ് ടെസ്റ്റ് ആവശ്യമായി വരുന്നു. രോഗത്തിന്റെ കാലാവധി കുറയ്ക്കാനുള്ള മരുന്നൊന്നും തന്നെ അവൈലബിൾ ആയിട്ടില്ല നിലവിൽ. നീര് പൂർണ്ണമായി മാറുന്നതുവരെ രോഗിക്ക് പരിപൂർണ വിശ്രമം ആവശ്യമാണ്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ രോഗി മറ്റുള്ളവരുമായി ഇടപഴകുന്നത് തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ലിക്വിഡ് ഫുഡാണ് രോഗി കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പുളിപ്പ് രസമുള്ള ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ഒരു രോഗം ഗുരുതരമല്ല എങ്കിലും കൂടുതലായി പോയി കഴിഞ്ഞാൽ വന്ധ്യതയ്ക്ക് വരെ കാരണമാകാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. സാധാരണയായി ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മാറാനാണ് സാധ്യത. ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇനി പറയുന്നത്. അതിനായി നമുക്ക് ആവശ്യമുള്ളത് കടുക്കയാണ്. കടുക്ക ചെറുതേനിൽ അരച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നീര് പെട്ടെന്ന് തന്നെ വറ്റാനും വേദന കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിനോടൊപ്പം ഉപ്പുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കവിൾ കൊള്ളുന്നതും തീവ്രത കുറയ്ക്കാനായി ഏറ്റവും നല്ലതാണ്. മംസിനായിട്ട് കുഞ്ഞിലെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതിന്റെ 2 ഡോസും എടുത്തവർക്ക് ഇത് വരാനുള്ള സാധ്യതകൾ തീരെയുമില്ല എന്ന് പറയാം. ഈ വാക്സിനേഷൻ കിട്ടാത്തവർക്കാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗിയുടെ സ്രവം തെറിച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ ഒരു രോഗം വരാതിരിക്കാൻ MMR വാക്സിനേഷൻ 2 ഡോസും എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് മുണ്ടിനീരിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.